ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഒരു പ്രാവശ്യം ചോദിച്ച ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള, ഇനി മുന്നോട്ടും ചോദിക്കാൻ സാധ്യതയുള്ള, KASനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് നമ്പർ 1 ആണ് ഹോട്ട് ടോപ്പിക്സിലെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ടൈപ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട്സ്? നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഏതൊക്കെ ടൈപ്പ് ഫണ്ടുകളുണ്ട്? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഓർക്കുക, പ്രധാനമായിട്ടും 3 ഫണ്ടുകളാണ് സെൻട്രൽ ഗവൺമെന്റിനുള്ളത്. 3 ഫണ്ടുകൾ. ഈ ഫണ്ട് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മുടെ രാജ്യത്ത് പലതരം ചെലവുകൾ വരാറുണ്ട്. അതുപോലെ നമുക്ക് വരവുകളും ഉണ്ട്, അല്ലെ? കുറെ വരവുണ്ട്, നമുക്ക് അതുപോലെ ചെലവുകളും ഉണ്ട്. ഇപ്പൊ സാലറി കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുക, ഇതൊക്കെ നമ്മുടെ ചെലവുകൾക്കകത്ത് വരും. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റുകൾ കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ കരം അടയ്ക്കാറില്ലേ, ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വരവാണ്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഓർക്കുക, പ്രധാനമായിട്ടും 3 ഫണ്ടുകളാണ് സെൻട്രൽ ഗവൺമെന്റിനുള്ളത്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, അതുപോലെ ഒന്നുകൂടെ ഉണ്ട് പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇതിനകത്ത് ഈ 2 ഫണ്ടുകളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. കൺസോളിഡേറ്റഡ് ഫണ്ടും ഉണ്ട്, കണ്ടിജൻസി ഫണ്ടും ഉണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 266 ആർട്ടിക്കിളിലാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് പറയുന്നത്. ഇനി കോണ്ടിജൻസി ഫണ്ട് അഥവാ കണ്ടിജൻസി ഫണ്ടിനെ പറ്റിയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 267 അതുപോലെ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ അതേ ആർട്ടിക്കിളിൽ തന്നെയാണ് പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടുകളെ 3 ഫണ്ടുകളെ പറ്റിയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ടും കോണ്ടിജൻസി ഫണ്ടുമാണ് പ്രധാനപ്പെട്ടത്. കൂട്ടത്തിൽ പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യയും കൂടെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. 266 കൺസോളിഡേറ്റഡ് ഫണ്ട്, കോണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് 267, പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 266. അപ്പൊ സംശയമില്ലല്ലോ, 3 തരം ഫണ്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിനെ പറ്റിയിട്ടാണ്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു 266 ആർട്ടിക്കിൾ. അതിൽ ഈ നമ്മൾ പറയത്തില്ലേ, 1ാമത്തെ ക്ലോസ് എന്ന് പറയും. 266 1ലാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. ഏത് പാർട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ? പാർട്ട് 12 ആണ്. അപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ പറ്റി പറയുന്നത് 266 1ാം ആ ഒരു ഷെഡ്യൂളിനകത്താണ്. ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ മറ്റേ ഷെഡ്യൂൾ അല്ല. ക്ലോസ് നമ്പർ 1നകത്ത് 12ാമത്തെ പാർട്ടിലാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഇസ് ദി പ്രൈമറി ഫണ്ട് ഫോർ ദ യൂണിയൻ ഗവൺമെന്റ് ടു വിച്ച് ഓൾ റെസിപ്റ്റ് ആർ ക്രെഡിറ്റഡ് ആൻഡ് ഓൾ പേയ്മെന്റ് ആർ ഡെബിറ്റഡ്. ഇവിടെ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം, ഗവൺമെന്റിന് ഇങ്ങോട്ട് വരുന്ന മുഴുവൻ വരവുകൾ ഉണ്ടല്ലോ, അതായത് ഓൾ മണി റിസീവ്ഡ് ബൈ ദി ഗവൺമെന്റ്. എന്താണ് ഓൾ മണി റിസീവ്ഡ് ബൈ ദി ഗവൺമെന്റ്? ഒന്നെങ്കിൽ അത് ഡയറക്റ്റ് ആവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന പൈസ. അതുപോലെ പബ്ലിക് സെക്ടർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണുമല്ലോ. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പൊതുവായിട്ടുള്ള കുറെ സെക്ടേഴ്സ് നമുക്കുണ്ട് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളത്. ഇതിൽ നിന്നൊക്കെ പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. ഇതെല്ലാം എവിടോട്ടാ വരുന്നത്? ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിനകത്താണ് ഉള്ളത്. അപ്പം ഓർത്തു വെച്ചേക്കുക, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഇസ് ദ പ്രൈമറി ഫണ്ട് ഫോർ ദ യൂണിയൻ ഗവൺമെന്റ്. യൂണിയൻ ഗവൺമെന്റിന്റെ പ്രൈമറി ഫണ്ട് ഏതാ? കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. അത് ഓർത്ത് വെച്ചേക്കണം, കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. കൺസോളിഡേറ്റഡ് ഫണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സാലറി ബില്ലുകള്, നിർമ്മാണം, മറ്റു പദ്ധതി, കടങ്ങളുടെ തിരിച്ചടവ്, സർക്കാർ ഏറ്റെടുക്കുന്ന ഏതെങ്കിലും പദ്ധതിക്കോ സംരംഭത്തിനോ ധനസഹായം നൽകുക, ഇതൊക്കെ എവിടെ നിന്നായിരിക്കും? ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ ഓർത്തു വെച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇപ്പൊ ഞാൻ അതങ്ങ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട്? പ്രൈമറി ഫണ്ടാണ്, യൂണിയൻ ഗവൺമെന്റ് പ്രൈമറി ഫണ്ടാണ്. ഇവിടെ ഓർത്തു വെച്ചേക്ക, നമുക്ക് വരുന്ന കംപ്ലീറ്റ് വിച്ച് ഓൾ റെസിപ്റ്റ് ആർ ക്രെഡിറ്റഡ് ആൻഡ് ഓൾ പേയ്മെന്റ് ആർ ഡെബിറ്റഡ്, അത് ഓർത്ത് വെച്ചേക്ക. ഇനി നോക്കിക്കേ, ദ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫണ്ടിന്റെ ഉറവിടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പ്രത്യക്ഷ നികുതി നമ്മൾ പറഞ്ഞു, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദായ നികുതി വരാം, കോർപ്പറേറ്റ് നികുതി വരാം, മൂലധന നേട്ട നികുതി വരാം, എസ്റ്റേറ്റ് ടാക്സ് വരാം. ഇതെല്ലാം എന്തിനകത്ത് വരും? നമ്മുടെ പ്രത്യക്ഷ നികുതിക്കകത്ത് വരും, ഡയറക്റ്റ് ടാക്സിനകത്ത് വരും. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ GST, കസ്റ്റംസ് തീരുവ, എക്സൈസ് തീരുവയൊക്കെ എന്തിനകത്ത് വരും? ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് വരും. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനങ്ങൾ. ഏതൊക്കെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ? നമ്മുടെ NDPC, ONGC, സെയിൽ പോലെയുള്ള
സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം, അതിന്റെ ലാഭവിഹിതം ഒക്കെ തന്നെ എവിടോട്ടായിരിക്കും വരുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട ഫണ്ടിന്റെ ഉറവിടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വരുമാനം. ഇനിയും വേറെ എന്തൊക്കെ വരാം? ഓഹരി വിറ്റഴിക്കുക, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ഓഹരി വിറ്റഴിക്കുന്നതിന്റെ വരുമാനം എവിടുത്തെ, എങ്ങനത്തെ ഓഹരി? സർക്കാർ സംരംഭങ്ങളിൽ നിന്നുള്ള ഓഹരി വിറ്റഴിക്കുന്നതിന്റെ വരുമാനങ്ങള്. അതുപോലെ കടം തിരിച്ചടവ്, ഇപ്പൊ സർക്കാർ നൽകിയ വായ്പകളിൽ നിന്നും തിരിച്ചു പിടിച്ച മുതലും പലിശയും, സർക്കാർ കൊടുത്തിട്ടുണ്ട് വായ്പ, ആ വായ്പയ്ക്ക് പലിശ കിട്ടുമല്ലോ, ആ പലിശ അതിന്റെ മുതലും അതെല്ലാം എങ്ങോട്ടായിരിക്കും വരുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വരവ് അല്ലെങ്കിൽ ആ ഒരു ഉറവിടം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, കൺസോളിഡേറ്റഡ് ഫണ്ട് ആർട്ടിക്കിൾ 266(1) പ്രതിപാദിക്കുന്നത് പാർട്ട് 12. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെന്റ് പ്രൈമറി ഫണ്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എവിടുന്നൊക്കെയാണ് ഉറവിടം എന്ന് ഡിസ്കസ് ചെയ്തു. ഇനി കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിനകത്ത് നിന്നാണോ ഈ പ്രസിഡന്റിനൊക്കെ ശമ്പളം കൊടുക്കുന്നത്? ഈ ഡയറക്റ്റ് ചോദ്യം അല്ല വന്നത്, ഏത് ഫണ്ടിൽ നിന്നാണെന്നുള്ള ചോദ്യമായിരുന്നു. അപ്പൊ ഉറപ്പായിട്ട് ഓർത്ത് വെച്ചേക്കാം, നമ്മുടെ പ്രസിഡന്റ്, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭാ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇവർക്കൊക്കെ തന്നെ സാലറി കൊടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അതുപോലെ പെൻഷൻ കൊടുക്കത്തില്ലേ, റിട്ടയർഡ് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർക്ക് പെൻഷൻ കൊടുക്കുന്നതും എവിടെ നിന്ന് തന്നെയാണ്? നമ്മുടെ ഈ ഒരു കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർത്തു വെച്ചേക്കാം, സാലറി പ്രധാനമായിട്ടും ആർക്ക്? പ്രസിഡന്റിന്, അല്ലയോ? പ്രസിഡന്റിന് സാലറി കൊടുക്കുന്നത്, ബാക്കി ഈ പറഞ്ഞ രാജ്യസഭാ ചെയർമാൻ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി ചെയർമാൻ എല്ലാവർക്കും തന്നെ സാലറി കൊടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നായിരിക്കും. ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഗവർണർ ഗെറ്റ് സാലറി ഫ്രം സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ട്. അപ്പം സെൻട്രൽ കൺസോളിഡേറ്റഡ് ഫണ്ടും ഉണ്ട്, സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഉണ്ട്. സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഗവർണർക്ക് സാലറി കിട്ടുന്നത്. ഓക്കെ, ഗവർണർ സ്റ്റേറ്റിന്റെ ഒരു അസറ്റ് അല്ലേ, അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ അദ്ദേഹം പെൻഷൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ എവിടെ നിന്നായിരിക്കും? സെൻട്രൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നത്. ഗവർണർക്ക് സാലറി കിട്ടുന്നത് സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും, പെൻഷൻ ഫ്രം സെൻട്രൽ കൺസോളിഡേറ്റഡ് ഫണ്ട്. അതാണ് വ്യത്യാസം. ഓർത്ത് വെച്ചേക്കാം, ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുന്നത്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഈസ് ഓപ്പറേറ്റഡ് ആസ് പെർ പാർലമെന്ററി ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അത് എടുക്കണം, ഒരാവശ്യം വന്നാൽ എടുക്കണമെങ്കിൽ വെറുതെ പോയി എടുക്കാൻ പറ്റില്ല. അതൊരു പാർലമെന്റിന്റെ അറിവോട് കൂടിയിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. എന്താണ്? സർക്കാർ എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് നിന്ന് എക്സ്പെൻഡിച്ചറിന് എടുക്കുവാണെങ്കിൽ ആരുടെ അറിവോടുകൂടി? പാർലമെന്റിന്റെ അപ്രൂവലോടുകൂടി മാത്രമേ അത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എക്സ്പെൻഡിച്ചർ ഫ്രം ദിസ് ഫണ്ട് റിക്വയർ പാർലമെന്ററി അപ്രൂവൽ. But Consolidated Fund of India is operated as per parliamentary law. It means that no money out of the Consolidated Fund of India can be appropriated, അതായത് issued or drawn except in accordance with the parliamentary law. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് വരുമ്പോൾ ഇതിന്റെ ആവശ്യമില്ലെന്ന് കാണുമ്പോൾ ഇത് ആവശ്യമുള്ളത് എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ₹1 എടുക്കണമെങ്കിൽ പോലും അത് പാർലമെന്റിന്റെ അനുവാദത്തോട് കൂടിയിട്ട് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയുമാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിനെ പറ്റിയിട്ട് ഓർത്തു വയ്ക്കേണ്ടത്. സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് കാണാതെ പഠിക്കേണ്ട, നമ്മുടെ മൈൻഡ്സിലൂടെ ഇങ്ങനെ പോയാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. അടുത്തത് പബ്ലിക് അക്കൗണ്ടിനെ പറ്റിയിട്ട് പറയാം. എന്താണ് ഈ പബ്ലിക് അക്കൗണ്ട്? അതാണ് ഓർത്ത് വെച്ചത്. 266(2) ഇത് പറയുന്നത്. നമ്മൾ പറഞ്ഞു 266(1) കൺസോളിഡേറ്റഡ്, 266(2) ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. The public account of India is the fund for the union government to which all other public money received by or on behalf of the government of India is credited. അതായത് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ അല്ലാതെ ക്രെഡിറ്റ് ആവുന്ന മറ്റു പൈസ എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? പബ്ലിക് മണിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പം ജോലിക്കാർക്ക് പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ ഇല്ലേ, അവര് എല്ലാ മാസവും ശമ്പളത്തിൽ നിന്നും മാറ്റി ഇടുന്നില്ലേ പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ ആയിട്ട്. അതുപോലെ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് കാണും, ഡിപ്പാർട്ട്മെന്റൽ ഡെപ്പോസിറ്റ്, ജുഡീഷ്യൽ ഡെപ്പോസിറ്റ്സ് എന്നൊക്കെ പേരിൽ അതിങ്ങനെ മാറ്റി ഇടാറുണ്ട്. അത് സ്ഥിരമായിട്ട് മാറ്റിയിടുന്നതാണോ? ഒരു ഏജ് ആകുമ്പോൾ ഇവർ പെൻഷൻ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്ന സമയത്തോ ഇതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ, അല്ലെ? അപ്പൊ തിരികെ കൊടുക്കേണ്ട ഫണ്ടാണ് എന്ത്? പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യയുടെ ആ ഒരു അക്കൗണ്ടിനകത്ത് വീഴുന്ന മണി. ഇത് തിരികെ കൊടുക്കേണ്ട ഫണ്ടായിരിക്കും. ഇതിന്റെ അവകാശി ശരിക്കും ആരാണ്? മറ്റ് പലരുമാണ്. ഓക്കെ, അപ്പൊ ഇത് ഓപ്പറേറ്റഡ് ബൈ ദി എക്സിക്യൂട്ടീവ് ആക്ഷൻ വിച്ച് മീൻസ് വിതൗട്ട് ദി പാർലമെന്ററി അപ്രോപ്രിയേഷൻ. അതായത് ഇവിടെ പാർലമെന്റിന്റെ അനുവാദം ഒന്നും വേണ്ട ഇതിനകത്തുനിന്ന് എടുക്കണമെങ്കിൽ. പക്ഷേ
ഇത് ഗവൺമെന്റിന്റെ ആണോ? അല്ല, ഇത് തിരിച്ച് അവകാശികൾക്ക് കൊടുക്കേണ്ട പൈസയാണ്. അപ്പൊ പബ്ലിക് അക്കൗണ്ട് ഓഫ് മണി എന്ന് പറയുമ്പോൾ അതിന്റെ റവന്യൂ എന്ന് പറയുന്നത് പ്രൊവിഡന്റ് ഫണ്ട് ഡെപ്പോസിറ്റ്, ജുഡീഷ്യൽ ഡെപ്പോസിറ്റ്, സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഡിപ്പാർട്ട്മെന്റൽ ഡെപ്പോസിറ്റ്, റെമിറ്റൻസ് ഒക്കെ വരുന്നത് പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ്. അതായത് public account of India is the fund for the union government to which all other public money, that is public money other than those that are credited to the consolidated fund of India, received by or on behalf of the government of India is credited. അത് ഓർത്തു വെച്ചേക്കാം. ഗവൺമെന്റിന്റെ കയ്യിലുള്ള പൈസയാണ്, പക്ഷെ ഇത് പ്രൊവിഡന്റ് ഫണ്ട് എന്നും ജുഡീഷ്യൽ ഡെപ്പോസിറ്റ് എന്നും ഡിപ്പാർട്ട്മെന്റൽ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന പൈസയാണ്. ഇതിൽ നിന്ന് എടുക്കാം, പക്ഷെ അവകാശികൾ ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അടുത്ത ഏറ്റവും അവസാനത്തെയാണ്, ഒരെണ്ണം കൂടെ ഉണ്ട്, എക്സ്പെൻഡിച്ചർ ആണ്. ഈ ഒരു ഇതിൽ നിന്നുള്ള എക്സ്പെൻഡിച്ചർ പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ് ഫണ്ട് ദാറ്റ് ഗവൺമെന്റ് ഹോൾഡ് ഓൺ ബിഹാഫ് ഓഫ് അതർ എന്റിറ്റീസ് ഇൻക്ലൂഡിംഗ് ഇൻഡിവിജ്വൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ ഗവൺമെന്റ്. These funds are separate from the government revenue and are not available for general governmental expenditure. കുറച്ചു മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ഗവൺമെന്റിന്റെ റവന്യൂവിൽ നിന്ന് മാറ്റിയിട്ടിരിക്കുകയാണ്. അതുപോലെ ഗവൺമെന്റ് ജനറൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിന് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് ഒന്നെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവാം, മറ്റ് ഗവൺമെന്റ് ഏജൻസീസിന്റെ ഒക്കെ ആവാം. ഓക്കെ, this expenditure from the public account of India involved disbursement made to return fund to their rightful owners or to meet specific obligation. They are mostly in the nature of banking transaction. The public account of India is operated by executive action, which means that the payment from this account can be made without a parliamentary appropriation. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അടുത്തത് കോണ്ടിജൻസി ഫണ്ട്. ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒറ്റ കാര്യം, നിങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത്ര ആലോചിക്കുക. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അപ്പൊ എടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫണ്ട്, അതാണ് നമ്മുടെ കണ്ടിജൻസി ഫണ്ട് അഥവാ കോണ്ടിജൻസി ഫണ്ട് എന്നൊക്കെ പറയുന്നത്. എന്താ പറഞ്ഞത്? കോണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആക്ട് ആസ് എ റിസർവ് ഫോർ എമർജൻസി എക്സ്പെൻഡിച്ചർ പ്രൊവൈഡിംഗ് ദ ഗവൺമെന്റ് വിത്ത് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി ടു അഡ്രസ് അൺഫോർസീൻ സിറ്റുവേഷൻസ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് എടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. Amount determined as per the contingency fund of India 1950 are credited to the contingency fund of India from time to time. ഈ ഒരു വർഷം ഈ ഒരു ഫണ്ട് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ആക്ട് വന്നത് 1950 The contingency fund of India is operated by the executive action pending its authorization by parliament. അപ്പം ഇവിടെയും ഓർത്തു വെച്ചേക്കാം, the fund is placed at the disposal of the president of India. അപ്പം ഇത് എന്തെങ്കിലും, ഞാൻ പറഞ്ഞു നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വരത്തില്ലേ, നമ്മുടെ രാജ്യത്തിന് ഒരു എക്കണോമിക് ക്രൈസിസോ ഒരു അർജന്റ് പ്രോജക്റ്റോ പെട്ടെന്നൊരു കാലാവസ്ഥാ വ്യതിയാനം, വെള്ളപ്പൊക്കം, അങ്ങനെ എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കാം. പ്രസിഡന്റിന്റെ അറിവോടുകൂടി ഫിനാൻസ് സെക്രട്ടറി, എന്താണ് ഫിനാൻസ് സെക്രട്ടറി ഓൺ ദി ബിഹാഫ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. പ്രസിഡന്റ് ആണ് അപ്രൂവൽ കൊടുക്കുന്നത്. ഈ ചെലവ് നമ്മൾ പറഞ്ഞു ഒരു എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ പാർലമെന്റിന്റെ അടുത്ത് പോയി പാർലമെന്റ് കൂടി അപ്രൂവൽ കിട്ടിയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് എടുക്കും. പ്രസിഡന്റ് അപ്രൂവലോട് കൂടിയിട്ട് നമ്മൾ എടുക്കും. ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കും ഓൺ ദി ബിഹാഫ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ചെലവൊക്കെ കഴിഞ്ഞിട്ട് അത് പാർലമെന്റ് അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇൻ കേസ് നിങ്ങളോട് ചോദ്യം ചോദിക്കുവാണെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയാൽ മാത്രം മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതുപോലെ കൊച്ചു കൊച്ചു ടോപ്പിക്സ് ഇതുവരെ ചോദിച്ചിട്ടുള്ളതും അധികം കേൾക്കാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള കൊച്ചു കൊച്ചു ടോപ്പിക്സ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന പേരിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.